നാരായണ നാരായണ നമോ നാരായണായ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം വിഷ്ണവേ നമ ഓം വിശ്വസ്മീ നമ ഓം ഓം ഗംഗണപതേ നമ ഓം ഗുരുഭ്യോ നമോ സരസ്വതേ നമ ഓം വ്യാസായ നമോ നമ ശിവായ ശ്രീ ദക്ഷിണാമൂർത്തേ നമ ശ്രീ ഗുരുവായൂരപ്പ. ഓം അഥാഖ്യാഹി ഹരേർധീമൻ അവതാരകഥാ ശുഭാ ലീലാ വിദധത സ്വൈരം ഈശ്വരസ്യാത്മമായയാ. ഓം ജന്മാദ്യസ്യേതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാർത്തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഇന്ന് ഒരു ശ്ലോകം പറയാം. ഒന്നാമത്തെ ഭാഗമാണ്. എല്ലാവർക്കും നമസ്കാരം. ഔഷധേ ചിന്തയേത് വിഷ്ണും ഭോജനേ ച ജനാർദ്ദനം ശയനേ പത്മനാഭം ച വിവാഹേ ച പ്രജാപതിം യുദ്ധേ ചക്രധരം ദേവം പ്രവാസേ ച ത്രിവിക്രമം നാരായണം തനുത്യാഗേ ശ്രീധരം പ്രിയസംഗമേ ദുസ്വപ്നേ സ്മര ഗോവിന്ദം സങ്കടേ മധുസൂദനം കാനനേ നാരസിംഹം ച പാവകേ ജലശായിനം ജലമധ്യേ വരാഹം ച പർവ്വതേ രഘുനന്ദനം ഗമനേ വാമനം ചൈവ സർവകാര്യേഷു മാധവം. ഇത് 24 നാമങ്ങളെ കൊണ്ട് കവചം ആയിട്ട് പറഞ്ഞ ഒരു സ്തുതിയാണ്. അനന്തപത്മനാഭനായിട്ടുള്ള ഭഗവാനെ സ്മരിക്കുന്നു. ഓം ഗോക്ഷീരാഭം പുണ്ടരീകാസനസ്ഥം ചക്രാബ്ജാഭ്യാം ശംഖ കൗമോദഗീഭ്യാം ശ്രീഭൂമിഭ്യാം യോഗനിഷ്ഠം ശ്രീഭൂമിഭ്യാം അർച്ചിതം യോഗനിഷ്ഠം വന്ദേ വിഷ്ണും പുരുഷം പൂർണ്ണരൂപം. ഇനി കൃഷ്ണനെ ഒന്ന് സ്മരിക്കുകയാണ്. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. ഇനി ഭഗവാനെ ആശ്രയിക്കണു. ഭാഗവതം പഠിക്കണം, ശ്രീകൃഷ്ണനെ സ്മരിക്കണം, ഗമിക്കണം ഭക്തിയോടെ യജ്ഞവേദിയിൽ. വളരെയധിക ജന്മശേഷം മാനുഷ ശരീരം തന്നു നമ്മെ മുകുന്ദൻ്റെ സാമീപ്യം പൂകാൻ. നാരായണ മന്ത്രം നിത്യം ജപിക്കണം, നാമമന്ത്രം സദാ ഹൃത്തിയിലുദിക്കണം. യജ്ഞമാം നാമജപ യജ്ഞമർപ്പിക്കൂ, നത്താർ ധരിച്ചൊര വിഷ്ണുപാദത്തിൽ നാം. നത്താർ എന്ന് പറഞ്ഞാൽ താമര. ഇനി നരസിംഹമൂർത്തിയെ ഒന്ന് സ്മരിക്കാം. ഉത്തമ പുരുഷ അദ്ഭുത സിംഹമേ ശ്രീനരസിംഹ പരമാത്മാ ബ്രഹ്മമേ ഏകാന്തഭക്തനാം നിഷ്കാമനെന്നുടെ ആത്മാവാം നാരായണനായി നമിപ്പു ഞാൻ. ഇതൊക്കെ പലതും മലയാളത്തിൽ കേൾക്കുന്നതൊക്കെ ഞാൻ എഴുതിയ ശ്ലോകങ്ങളാണ്. മുന്നിലും പിന്നിലും കൃഷ്ണ നമിപ്പൂ ഭക്തനായി ഞാൻ, കാക്കണം സർവഭാവേന ഭൂവിലും മൃത്യുശേഷവും. നമുക്ക് ഭഗവാനോട് വേറെ ഒന്നും പറയാനില്ല. ഭഗവാനെ നമുക്ക് കിട്ടണം. ഭഗവാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു ഉപദേശമുണ്ട്. ത്വം തു മദ്ധർമ്മമാസ്ഥായ ജ്ഞാനനിഷ്ഠ ഉപേക്ഷക മന്മായ രചനാം ഏത വിജ്ഞായ ഉപശമം വ്രജ. ദാരികനോട് ഒടുക്കം ഭഗവാൻ കൃഷ്ണൻ പറയുന്ന ഒരു ഉപദേശമാണ്. ഭഗവാന്റെ ധർമ്മത്തെ, ഭഗവാൻ പറഞ്ഞതായിട്ടുള്ള ധർമ്മത്തെ നമ്മളതനുസരിക്കുക. അത് ചെയ്തോളുക, കർമ്മയോഗമായിട്ട് ചെയ്തോളുക. ഇങ്ങനെ ജ്ഞാനം നേടണം എന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് ജ്ഞാനനിഷ്ഠനായിട്ട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വൈരാഗിയായിട്ട് ഭക്തനായിട്ട് എനിക്ക് വേണ്ടിയിട്ട് കർമ്മയോഗം ചെയ്തോളൂ, എൻ്റെ ധർമ്മത്തെ ചെയ്തോളൂ. ഞാൻ രചിച്ചതായിട്ടുള്ള ഈ മായയുണ്ടല്ലോ, ഈ ബ്രഹ്മാണ്ടമാകുന്ന, പ്രകൃതിയാകുന്ന, പ്രപഞ്ചമാകുന്ന അനവധിയുണ്ട്. ഇത് എൻ്റെ മായ കൊണ്ടാണ് സംഭവിച്ചത് എന്നറിയാം. ഇത് വിജ്ഞായ ഉപശമം വ്രജ. വ്രജവാസിയാണ്. അപ്പോൾ നമ്മളൊക്കെ വ്രജത്തിൽപ്പെട്ടവരാ. നടന്നുകൊണ്ടേയിരിക്കുക. ഭഗവാനെ അന്വേഷിച്ച് ഭഗവാന്റെ എന്തൊക്കെയാണ് കിട്ടാനുള്ള വെച്ചാൽ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത് നല്ലവണ്ണം അറിയുക.
ജ്ഞാനത്തോടു കൂടിയിട്ട് വിജ്ഞാനത്തെ ചേർത്ത് വിവേകത്തോടു കൂടിയിട്ട്, അതാണ് വിജ്ഞായ. എന്നിട്ടോ ഉപശമം, എല്ലാം ഉപേക്ഷിച്ചോളൂ, ശമിപ്പിച്ചോളൂ, അതിലേക്ക് ഭഗവാനിലേക്ക് അങ്ങോട്ട് ലയിപ്പിച്ചോളൂ. ഒന്നും എൻ്റെ അല്ല, ആത്മനിവേദനം ചെയ്തോളൂ. ഭക്തിയുടെ നവധാഭക്തി ഭാവം. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അപ്പോൾ അവിടേക്ക് നമ്മൾ സ്വയമേവ തന്നെ എത്തിച്ചേരുക. നമ്മൾ ഒരു ശ്ലോകം ഇന്ന് പറയുള്ളൂ. അല്ല, ഒരു ശ്ലോകം പറയാൻ പറ്റിച്ചിട്ട് പറയല്ല. കാരണം ആദ്യത്തെ ശ്ലോകത്തിൽ അനവധി പേജുകളിലൂടെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഭഗവാനെ പറയണു, ബ്രഹ്മത്തെ പറയണു, ഗണപതിയെ പറയണു, സരസ്വതിയെ പറയണു, ഇങ്ങനെ പലതുണ്ട്. അപ്പോൾ ജന്മാദ്യസ്യ യതഃ അന്വയാത് ഇതരതഃ ജന്മ അദ്യ യസ്യ, ജന്മാദി യസ്യ എന്നുണ്ട് കേട്ടോ. യതഃ അന്വയാത് ഇതരതഃ, അന്വയം വ്യതിരേകമാണ് ഇതരതം. ച അർത്ഥേഷു അഭിജ്ഞഃ സ്വരാട് തേനെ ബ്രഹ്മ ഹൃദയ ആദി കവയെ മുഹ്യന്തി യത് സൂരയ തേജോ വാരി മൃദ യഥാ വിനിമയഃ യത്ര ത്രിസർഗഃ അമൃഷ ധാംന സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. അസ്യ ജന്മാദി. അപ്പോൾ അസ്യ എന്നുള്ളത് ഈ പ്രപഞ്ചത്തിൻ്റെ എന്നുള്ള സാരത്തിൽ എടുക്കാൻ പറ്റും. പുല്ലിംഗമല്ല, സ്ത്രീലിംഗമല്ല. അപ്പോൾ അതുകൊണ്ട് അസ്യ എന്നുള്ളത് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ജന്മാദി എന്നുള്ളത് ജനിക്കുക എന്നതാണ്. അപ്പോൾ ജനിക്കുക മുതലായവ. ഇവിടെ ജനിച്ചതെന്താ? ബ്രഹ്മാണ്ടത്തിൽ പ്രപഞ്ചത്തിലുള്ളത് എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ എല്ലാം പെട്ടു, സർവം പെട്ടു. അപ്പോൾ ജീവജാലങ്ങൾ പെട്ടു, ചേതനങ്ങൾ, അചേതനങ്ങൾ പെട്ടു, ഒക്കെയുണ്ട്. സ്ഥായി ഭാവം ഒന്നിനുമില്ല, സർവം മിഥ്യ. സകല സ്വരൂപമായിട്ടുള്ള അവതാരം വന്നതൊക്കെ പെട്ടുമില്ല. അതാണ് ജന്മാദി. ഇനിയോ അന്വയാത്. എന്താ അന്വയം? അന്വയം എന്ന് പറയുമ്പോൾ വംശ അനുഗതി സംബന്ധേ പദാനാം യോജനേ തഥാ. സന്തതി പദങ്ങളുടെ ലക്ഷ്യം. നമ്മളിപ്പോൾ ഒരു കാര്യം പറയുകയാണല്ലോ, വായിക്കുക, പറയുക, ഇതല്ലേ ചെയ്യണത്. അതൊക്കെ വാക്കുകളെ കൊണ്ടാണ്, അക്ഷരവും വാക്കും. അപ്പോൾ വാക്കുകൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വാചകങ്ങളായി. അത് ഗദ്യമാവാം, പദ്യമാവാം. അതിൽ എവിടേക്കാണ് ലക്ഷ്യം വെച്ചത് അതാണ് അന്വയം. നമ്മൾ ഭാഗവതത്തിനെ ആശ്രയിക്കുന്നതിൻ്റെ അന്വയം എവിടേക്കാണ്? നമുക്ക് ഭഗവാങ്കൽ എത്തണമെന്ന മുക്തി ബോധം ആണ്, മുമുക്ഷു ഭാവമാണ് അന്വയം. അപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് എന്താണ്? ഈ ഭാഗവതം, ഈ ഭഗവാൻ, ഈ പ്രപഞ്ചം ഇതെങ്ങനെ ഉണ്ടായി, ഇത് പറയാൻ പോവുകയാണ്. അപ്പോൾ അസ്യ ജന്മാദി, ഈ ജന്മം ഏതിൻ്റെ? ഈ പ്രപഞ്ചത്തിൻ്റെ, ബ്രഹ്മാണ്ടത്തിൻ്റെ ജന്മം തൊട്ടുള്ള ഓരോന്നും അന്വയാത്. എവിടേക്ക് അന്വയിക്കേണ്ടത്? അതേപോലെ ഇതരതഃ വ്യതിരേകം, വിശേഷം, അതല്ലെങ്കിൽ വ്യത്യാസം, അല്ലെങ്കിൽ സാദൃശ്യം, ഉപമയൊക്കെ നമ്മൾ പറയാറില്ലേ എന്ന കൂട്ടത്തിൽ അന്വയ വ്യതിരേകം രണ്ടും കണ്ടാൽ ഒരേപോലെയാ. പൗണ്ഡ്രക വാസുദേവനും കൃഷ്ണനും കണ്ടാൽ ഒരുപോലെയാ. തമ്മിൽ വളരെ വ്യത്യാസമുണ്ടേ. അതാണ് നമ്മൾ ആണും പെണ്ണൊക്കെ അനവധി ഉണ്ട്, കണ്ടാൽ ഒരേപോലുള്ളവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് കാര്യമില്ല, ഉള്ളുകളിൽ ഇത്തിരി പ്രശ്നമാണ്. അപ്പോൾ ഇതരത. ഇനിയോ മറ്റു തരത്തിൽപ്പെട്ടതായിട്ടുള്ള യഥ ഭവതി, പലതും നാനാത്വം ആയിട്ട് കാണും. അതേപോലെ യഹ അർത്ഥേഷു, ഈ അർത്ഥം എന്നുള്ളത് വസ്തുക്കൾ ഏതിലൊക്കെയാണ്? ഭൂതങ്ങളായാലും ശരി, വസ്തുക്കളായാലും ശരി. ഇത് കാണുന്ന പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉണ്ട്? വായുവിനെ കാണുന്നില്ല, ആകാശത്തിനെ കാണുന്നില്ല, അതും ഇതിൽ പെട്ടതാ. അപ്പം കാണുന്നതും അനുഭവിക്കാത്തതും കാണാത്തതും നമുക്ക് അറിയാത്തതും അങ്ങനെ പലതും ഉണ്ട്. ഇതെല്ലാം കൂടിയത് അതിൽ നിന്ന് ഭവിക്കുന്നു. പൃഥിവ്യ തേജോ വായു ആകാശം പഞ്ചഭൂതത്തിൽ നിന്നും ഭവിക്കുന്നു എന്ന് കണക്കാക്കിയാൽ മതി. യഹ അർത്ഥേഷു എവിടുന്നാ ഭവിക്കുക? ഈ ഭൂതങ്ങളിൽ നിന്ന്. അഭിജ്ഞഃ
അറിവാകുന്ന സ്വരൂപം ആയിട്ട് ഭവിക്കുന്നു. കാറ്റ് സ്വതേ കാറ്റ് അറിയില്ല, പക്ഷെ വീശിക്കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് തട്ടിയാൽ നമുക്കറിയും. ആകാശം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നീലാകാശം കാണാണ്ട്, വെള്ളാകാശം കാണാണ്ട്, പലതും ഉണ്ട്. നീലയോ വെള്ളയോ ഒക്കെ നീലയാണ്. കാർമേഘം ആയാൽ വെളുത്ത കാർമേഘം, കറുത്ത കാർമേഘം, വെള്ളം ഉണ്ടെങ്കിൽ കറുപ്പ്. അപ്പോൾ എല്ലാം ഇതിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് ആദ്യം പറഞ്ഞു. അഭിജ്ഞ, പ്രത്യേകമായിട്ട് നമുക്ക് ഒരു അനുഭവത്തെ കിട്ടും. ഇനിയോ യഹ സ്വരാട്ട്, ആരാണോ സ്വരാട്ട് ആയിട്ടിരിക്കുന്നത്, സ്വരാട്ട് വിരാട്ട്, സ്വയമേവ തന്നെ പ്രകാശിക്കുന്ന ഭാവം, വിരാജിക്കുന്ന ഭാവം, വിശ്വം. ഈ വിശ്വം അങ്ങനെയാണ്, സ്വയമേവ തന്നെ അതിന് പ്രകാശമുണ്ട്. അപ്പോൾ സൂര്യൻ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ, ചന്ദ്രൻ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ, പകലും രാത്രി. അഗ്നി ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഏതിൽപ്പെട്ടതാ? ഇതിൽപ്പെട്ടതാണ്. അപ്പോൾ ഇതിലെ വസ്തുക്കളെ കൊണ്ട് ഇത് തന്നെ. എല്ലാറ്റിനും സ്വഭാവം ഒന്നല്ല, നാനാത്വം നമ്മൾ പറഞ്ഞു. അപ്പോൾ സൂര്യനെ പ്രകാശിപ്പിക്കുക, സ്വയം പ്രകാശമുണ്ട്, പ്രകാശിപ്പിക്കാനും സാധിക്കും. ചന്ദ്രനും അതെ, സ്വീകരിക്കുന്നു കൊടുക്കുന്നു എന്നായിക്കോട്ടെ, എന്നാലും ശരി. നമുക്ക് ചന്ദ്രനിൽ നിന്നാണല്ലോ പ്രകാശം കിട്ടുന്നത്. വിളക്കിൽ നിന്ന്, തീയിൽ നിന്ന് അഗ്നി കിട്ടുന്ന പോലെ, അഗ്നിയിൽ നിന്ന് പ്രകാശം കിട്ടുന്ന പോലെ, ചൂടോ പ്രകാശമോ കഴിവോ എന്താ വെച്ചാൽ അതൊക്കെ. ഇനിയോ യഹ ആദികവയെ, ഇതെല്ലാം ആദികവി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ സൃഷ്ടികർത്താവ്, സൃഷ്ടാവ്, ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിനായിക്കൊണ്ട് ഹൃദയത്തിൽ, മനസ്സിൽ ഭഗവാൻ തോന്നിച്ചു എന്നാണ്. ബ്രഹ്മ എന്താ തോന്നിച്ചത്? ബ്രഹ്മഭാവത്തെ. ബ്രഹ്മം എന്നുള്ളത് നമുക്ക് ബ്രഹ്മം എന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല, എന്നാൽ അതൊരു വേദമാണെന്ന് നമുക്കറിയും ചെയ്യാം. വേദം ബ്രഹ്മത്തെ, ദശമത്തിലെ 87-ാമത്തെ ശ്ലോകം, 87-ാമത്തെ അധ്യായം, വേദസ്തുതി. ബ്രഹ്മത്തെ പറയാൻ പറ്റുമോ? ബ്രഹ്മത്തെ പറയാൻ പറ്റില്ല. എന്നിട്ടും പറഞ്ഞു അതിൽ എന്ന കൂട്ടത്തിലേ ഉള്ളൂ. അതും ബ്രഹ്മാണ്, ഇതും ബ്രഹ്മാണ്. എല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ അതും ബ്രഹ്മാണ്. ബ്രഹ്മം എന്ന് വെച്ചാൽ ടോട്ടൽ. നമുക്കതിൽ കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. അതിനെ പറയാൻ വേണ്ടിയിട്ട് ഭഗവാൻ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ ഈ വിഷയത്തെ, ഈ ജ്ഞാനത്തെ തോന്നിപ്പിച്ചു. തേനെ, അത് വിസ്താരം ചെയ്തു, അതിനെ വികസിപ്പിച്ചു. ഇത് സൂരയ, അത് വിദ്വാൻമാരായിട്ടുള്ള പ്രജാപതിമാരെ തൊട്ടുള്ള ഓരോരുത്തരും അതിനെ ഇപ്രകാരത്തിൽ പറയപ്പെട്ടു. എന്നിട്ടോ ഇതെന്തെങ്കിലും മനസ്സിലായോ? അവരും അതിൽ മോഹിക്കുകയാണ്. കാരണം ഇതെന്താ ശരിയാ, ഇത് പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കില്ല. അറിവ് വെച്ചാൽ എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കില്ല. ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. എത്ര 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 അറിവാ ബ്രഹ്മത്തെ അറിയാൻ വേണ്ടിയിട്ട്? 19 തരത്തിൽപ്പെട്ടതായിട്ടുള്ള അറിവാണ്. അതിന് ഗണം കണക്കാക്കുമ്പോൾ വേദം, ശാസ്ത്രം, പുരാണം, ഇതിഹാസം, ഉപനിഷത്ത് എന്നൊക്കെ പറഞ്ഞിട്ടേ ഒരുപാടുണ്ട്. ഇങ്ങനെയൊക്കെ അറിഞ്ഞാലും ജ്ഞാനം, വിജ്ഞാനം, അനുഭവം വേണ്ടേ? അപ്പോൾ സകല സ്വരൂപങ്ങൾ പറഞ്ഞു തന്നത് പോലും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഈ മോഹിക്കപ്പെടുകയാണ്. അപ്പം അതിന് ഒരു പറയാറുണ്ട്, അനുഭവിച്ചതാണ് വിധി. വരാൻ പോകുന്ന വിധിയെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. അനുഭവിച്ചത് എന്തായാലും വിധിയാണ്, വിധിക്കപ്പെട്ടു. ഇങ്ങനെ വിദ്വാൻമാർ പോലും, സൂരേഹ എന്ന് പറഞ്ഞാൽ വിദ്വാൻമാർ പോലും മോഹിക്കുന്നു. എന്താ മോഹിക്കുന്നത്? ഇപ്പം എന്താ ബ്രഹ്മം എന്നുള്ളത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. തേജോ വാരി മൃത, അഗ്നി, ജലം, മണ്ണ് ഇവ കൊണ്ട് ഉണ്ടാക്കിയ വിനിമയം വിനിമയോ യഥ. എന്താ വിനിമയം ചെയ്തത്? വ്യവസായം ചെയ്തത്. അത് ഇതാണ്, ഇതും അതാണ്, മറ്റത് അതാണ്. നമുക്ക് സ്വപ്നത്തിൽ ഇതാണ് എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ. ഇപ്പോൾ വസ്ത്രങ്ങൾ നൂലുകൊണ്ടാണോ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഈ നൂലുണ്ടാക്കിയത് മരത്തിൽ നിന്നാണോ പട്ടുനൂൽ പുഴുവാണോ നമുക്കറിയില്ല. പഞ്ചസാര ഉണ്ടാക്കിയത് ചക്രക്കിഴങ്ങിൽ നിന്നാണോ കരിമ്പിൽ നിന്നാണോ ഇനി ചോറിൽ നിന്നാണോ തേനിന്ന് ഇട്ട് നോക്കി ശരിയാ.
നമുക്കറിയില്ല, പഞ്ചസാര മാത്രമേ നമുക്കറിയുള്ളൂ. എന്ന കൂട്ടത്തിൽ ഈ രൂപഗുണ വ്യത്യാസങ്ങളുടെ നാനാത്വം ഇത് ഭഗവാൻ തിരിച്ച് ലയിപ്പിക്കുമ്പോൾ അതാതിലേക്ക് എത്തിക്കുന്നുണ്ട്. നമുക്ക് പഞ്ചസാരയെ കരിമ്പിലേക്ക് എത്തിക്കാൻ പറ്റുമോ? പഞ്ചസാരയെ ഈ ഇഞ്ചക്ഷൻ ചെയ്യാം എന്നല്ലാതെ കണ്ട് അതതിൻ്റെ വഴിയല്ല. ഏതായാലും തിരിച്ച് കൊടുക്കുക എന്നുള്ളത് ഭഗവാനെ സാധിക്കുള്ളൂ, നമുക്കത് സാധിക്കില്ല. നമുക്ക് പഞ്ചസാരയെ ഈ കരിമ്പിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിലൊരു തുളച്ചിട്ട് പഞ്ചസാരയിലേക്ക് വെക്കാം. അതുപോലെ അല്ലല്ലോ കരിമ്പിൽ നിന്ന് പഞ്ചസാര ഇങ്ങോട്ട് എടുക്കുമ്പോൾ വ്യത്യാസമില്ലേ? അപ്പോൾ ഈ വിദ്വാൻമാർ പോലും മോഹിക്കുകയാണ്. പിന്നെയോ എത്ര ത്രിസർഗ, അത് 3 തരത്തിൽപ്പെട്ടതായിട്ടുള്ള സർഗം. സർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയാണ്. ഈ നാനാത്വത്തിന് കാരണമായിട്ടുള്ള സത്വ രജസ് തമോ ഗുണങ്ങളെ ആണ് 3 തരത്തിൽപ്പെട്ടതായിട്ടുള്ള സൃഷ്ടി, ത്രിഗുണ സൃഷ്ടി എന്ന് പറഞ്ഞത്. അപ്പോഴേ നാനാത്വം കിട്ടുള്ളൂ. മാത്രമല്ല അത് ആമൃഷ, മൃഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥ്യയാണ്. ആമൃഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥ്യയല്ലാത്തത് എന്നാണ്. ഈ പ്രപഞ്ചം മിഥ്യയല്ല എന്ന് തോന്നിക്കപ്പെടുന്നു. മഹാപണ്ഡിതന്മാർക്ക് പോലും അത് ഉണ്ട് എന്ന് തോന്നുന്നു, അനുഭവപ്പെടുന്നു. അപ്പോൾ പിന്നെ നമ്മളെ പോലുള്ളവർക്ക് ഇത് മറ്റേ ഇപ്പോൾ കാറ്റുണ്ട്, വെളിച്ചമുണ്ട്, സൂര്യനുണ്ട്, ഭൂമിയുണ്ട്, കടലുണ്ട്, നദിയുണ്ട്, രണ്ടിൻ്റെയും വ്യത്യാസങ്ങളൊക്കെ നമുക്കറിയാം. ഇതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദേഹബോധത്തിലിരിക്കുന്ന എല്ലാവർക്കും ഇതുണ്ട് എന്ന് തന്നെയാണ്. പൈസ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, പൈസ കിട്ടിയേ പറ്റൂ. വസ്തുക്കൾ, ആഹാരമില്ലാതെ കണ്ട് ജീവിക്കാൻ പറ്റില്ല, ശ്വാസമില്ലാതെ കണ്ട്, വെള്ളമില്ലാതെ കണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വസ്തു ഉണ്ട്, അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ മോഹിക്കപ്പെടുകയാണ്. ഇത് മിഥ്യ എന്ന് ഭഗവാൻ ആദ്യം പറഞ്ഞതിൻ്റെ ശേഷമാണ് പറയുന്നത്. ആ മൃഷ, ഇത് മിഥ്യയല്ല, ഉണ്ട് എന്ന് തോന്നുന്നു. സ്വേനധാംന. ഇനിയോ ഭഗവാന്റെ ഒരു കാര്യമായിരിക്കുക. ധാംന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം. ഇപ്പം കരിമ്പിൽ പഞ്ചസാരയുടെ മധുര രസം ആണ് ഭഗവാൻ, അതാണ് ഭഗവത്വം. മണ്ണിൻ്റെ രസം, സൂര്യൻ്റെ രശ്മി, ഇങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ സാന്നിധ്യം പറയാം. ആകാശത്തിലെ ശബ്ദം ഭഗവാനാ. ഈ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ നമുക്ക് നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഭഗവാനെ നമ്മളെ കൊടുക്കണം, സത്യ ഭഗവാനെ നമ്മളെ കൊടുക്കണം. അപ്പോൾ ആ ഭഗവാനെ നമ്മൾ ആശ്രയിക്കണ്ടേ? നമുക്ക് ശബ്ദത്തെ ആശ്രയിക്കാണ്ട് ആശയവിനിമയം എങ്ങനെ എളുപ്പമാവുക? ആംഗ്യഭാഷ കൊണ്ട് പറയുമ്പോൾ അത് പഠിച്ച് കണ്ണുകൊണ്ട് കണ്ടാലല്ലേ ആംഗ്യഭാഷ മനസ്സിലാവുള്ളൂ. അവിടെ രൂപം ഭഗവാനാണ്. കണ്ണിൻ്റെ ആ കഴിവ് എടുക്കുന്നത് അഗ്നിയുടെ ഈ വിഷയമായിട്ടുള്ള തന്മാത്രയായിട്ടുള്ള രൂപമാണ്. മൂക്കിൻ്റെ ഗന്ധം ഭൂമിയുടെ ഗന്ധം, നാവിൻ്റെ രസം രുചി അത് വരുണൻ്റെ, അത് ജലത്തിൻ്റെയാണ് ഈ രസം. പഞ്ചഭൂതങ്ങളിലൊന്നാണ്, അത് ഭഗവാനാണ്. അപ്പോൾ എല്ലാറ്റിനും ഉണ്ടത്. അപ്പോൾ ഭഗവാൻ ഇതിൽ ചേർന്നിരിക്കുകയാണ്. വിശദീതി വിഷ്ണു. ആ വിഷ്ണു സ്വേനധാംന, സ്വന്തം പ്രയോഗം കൊണ്ട് താനായി തന്നെ തന്നിൽ തന്നെ തൻ്റെ ഇരിപ്പിട സ്ഥാനത്ത് താൻ ഇരിക്കുന്നുണ്ട്. പക്ഷേ താനായാലും നേരിട്ട് അല്ലേ, കരിമ്പായിട്ടല്ല ഇരിക്കുന്നത്, പഞ്ചസാരയായിട്ടും അല്ല ഇരിക്കുന്നത്, അതിൻ്റെ മധുരമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്വേനധാംന, ഭഗവാൻ തൻ്റെ ഈ ധാമാവിനെ നമുക്ക് അനുഭവിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ഉണ്ട് എന്ന് തോന്നാനുള്ള കാരണം. ഈ പണ്ഡിതന്മാർ മോഹിക്കുക എന്നത് ചെയ്യാനുള്ള കാരണം. സദാ എപ്പോഴും നിരസ്ത കുഹകം. ഇനിയോ മായയെ അതിക്രമിച്ച് എന്നാണ് നിരസ്ത കുഹകം. നമുക്ക് ഇത് മായയാണ്, മനസ്സിലായി? മായയാണ്, വിക്ഷേപണമായ ആവരണമായ പഞ്ചഭൂത മനോബുദ്ധിരഹം പ്രകൃതി മഹത്തഹം. ഈ പഞ്ചതന്മാത്രകളും നമ്മളെ ഇവിടെ കൊടുക്കുകയാണ്. പഞ്ചതന്മാത്രകൾ ഭഗവാൻ തന്നെയാണ്,
നേരത്തെ പറഞ്ഞു നമ്മൾ. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ ഭഗവാനാണെന്ന് പറഞ്ഞു. അത് സത്യമാണ് വെച്ചാലോ അതെങ്ങനെയാണ് സത്യമാവുക? പ്രപഞ്ചമുണ്ടെങ്കിൽ സത്യമാണ്, പ്രപഞ്ചമില്ലെങ്കിൽ സത്യമല്ല. ഭഗവാൻ പറയുന്നത് ഓങ്കാരമാകുന്ന ശബ്ദം ദ്രവ്യം അത് തമോ ഗുണമാണ്. ആ തമോ ഗുണം ഞാൻ ഉണ്ടാക്കിയതാ, ചേർത്തതാ പ്രകൃതിയിലേക്ക്. അതിൻ്റെ മാക്സിമത്തിലുള്ള ഭാവമാണ് ഓങ്കാരം. അതിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോമാണ് ഓങ്കാരം, ബിന്ദു നാദം. ഓങ്കാരം ബിന്ദു നാദം ഇത് ഓങ്കാരത്തിൽപ്പെട്ടതാ, ശബ്ദബ്രഹ്മ. അപ്പോൾ സത്യമായിട്ടിരിക്കുന്നു ഈ മിഥ്യ, അർത്ഥസത്യമായിട്ടിരിക്കുന്നു, പകുതി സത്യ. ദേഹബോധമുള്ള ഓരോരുത്തർക്കും, ദേഹമോഹികൾക്ക് ഓരോരുത്തർക്കും ഇതുണ്ട് എന്ന് അനുഭവിക്കും. ഇനി ഭാഗവതം ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നത് മുഴുവൻ ഈ ശബ്ദസ്പർശ രസഗന്ധങ്ങളെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ അത്രത്തോളം ഒഴിവാക്കണം എന്നാ. അതിന് അടിമപ്പെടാതെ കണ്ട് കണ്ണ്, മൂക്ക്, നാക്ക്, തൊലി, ചെവി ഈ 5 ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും കള്ളന്മാരായിട്ടുള്ള ഈ 6 പേരെ നിയന്ത്രിക്കണം എന്നാണ് പറഞ്ഞത്. ഭഗവാങ്കൽ എത്തിക്കണം. വാണി ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന്ന സ്മൃത്യാം ശിരസ്തവ നിവാസജഗൽ പ്രണാമേ ദൃഷ്ടി സദാം ദർശനേസ്തു ഭവത്തനൂനാം. എന്താ കാരണം? സ്വേനധാംന, ഈ ഇന്ദ്രിയങ്ങളെ മുഴുവൻ ഭഗവത് ഉന്മുഖമാക്കി തീർക്കുക എന്നത് ഭഗവാൻ അതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഭഗവാങ്കലേക്കാണ് നമ്മുടെ മനസ്സിനെ എത്തിക്കേണ്ടത്. ബ്രഹ്മാവ് ഹംസമായിട്ട് വന്ന ആ ഭഗവാനോട് കോ ഭവാൻ എന്ന് ചോദിച്ചപ്പോൾ ചോദ്യം തന്നെ പഴച്ചു എന്നാണ് പറഞ്ഞത്. കാരണം എന്താ? എല്ലാറ്റിലും ഞാൻ ഇരിക്കണു. സൃഷ്ടിച്ച ബ്രഹ്മാവിനിത് അറിയില്ലാച്ചാൽ ഞാനല്ലേ ജ്ഞാനം തന്നത്, എന്തുകൊണ്ടത് മനസ്സിലാക്കിയില്ല? പഞ്ചഭൂതങ്ങളിൽ ഭഗവാനുണ്ട്. അപ്പോൾ പഞ്ചഭൂതങ്ങളെ കൊണ്ടല്ലേ ഇത് പഞ്ചീകരണം നടത്തിയത്. ദ്രവ്യം അത് ഒന്നാണ്. ഈ പഞ്ചഭൂതങ്ങൾ ഒന്നാ. അത് 5ആക്കിയിട്ട് കാണിച്ചു. 5ൻ്റെ തന്മാത്രകളെ വേറെ കാണിച്ചു. ദ്രവ്യം, കാലം, കർമ്മം, സ്വഭാവം, ജീവൻ, ലിംഗം, കോശം, കാരണം 8 ഉണ്ട്. അതിലത്തെ ഒന്നാണ് ദ്രവ്യം. അതാ പഞ്ചഭൂതേ. അത് ബ്രഹ്മാവിനെ അറിയില്ലേ? ആത്മാവാണോ ശരീരമാണോ എന്ന ചോദ്യം പഴിച്ചില്ലേ കോ ഭവാൻ. അപ്പോൾ ഈ പണ്ഡിതന്മാർ മോഹിക്കണു. ബ്രഹ്മാവിൽ നിന്ന് ആ വേദം പുറത്തേക്ക് വന്നെന്ന്. ആ ബ്രഹ്മാവിന് എന്താ മനസ്സിലായില്ല. സത്യം, അർത്ഥസത്യം, പക്ഷേ പരം ആണ്. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരം ആണ് എന്ന് ധീമഹി അറിഞ്ഞാലും ബുദ്ധിമാന്മാർ, ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്, മഹി ധീമഹി, ആ ബുദ്ധി ആയിരിക്കാതെ എത്തണം മാക്സിമത്തിലുള്ള. പരമബുദ്ധിമാന്മാർ എന്ത് മനസ്സിലാക്കണം? ഇത് സത്യം, പരം സത്യമാണ്, പരമമായ സത്യമാണ്. പരാ എന്നുള്ള നിലയ്ക്ക് സത്യമാണ്. നമുക്ക് സത്യം അർത്ഥസത്യം ആണ്, പകുതി സത്യമാണ്. പകുതി സത്യവും പകുതി അസത്യമാണ്. നമ്മൾ അനുഭവിക്കുന്നു എന്നതുകൊണ്ട് സത്യമാണ്, പക്ഷെ ദേഹബോധം ഉള്ളത് കൊണ്ടാണ് അനുഭവിക്കുന്നത്. ജീവന് വേദന ഇല്ല, മനസ്സിനാണ് വേദന. പാപപുണ്യങ്ങൾ ജീവനാണ് ഉള്ളത്. ആ ജീവൻ ഈ കാരണശരീരത്തിലിരുന്ന് സ്വർഗത്തിലും നരകത്തിലും എത്തുന്നുണ്ട്. അനുഭവിക്കുന്നത് കാരണശരീര, മനസ്സല്ല. അനുഭവിച്ചു എന്ന് തോന്നിക്കുന്നത് മനസ്സാ. കയ്യിന് വേദനയാവുന്നു എന്ന് തോന്നിക്കുന്നത് മനസ്സാ. കാലിന് വേദനയാകുന്നു, വേദനിക്കുന്നത് കാലിനാ, തോന്നിക്കുന്നത് മനസ്സാ. മനസ്സിനെ ഉറക്കി കിടത്തുകയാണ് ഉറക്ക ഗുളിക തൊട്ടുള്ള കാര്യങ്ങളെ. എന്താ പറയുക, വേദന സംഹാരികളില്ലേ, മനസ്സിനെ ഉറക്കി കിടത്തുക. വേദന അവിടെ ഉണ്ട്,
അതിനെ അറിയിക്കാതിരിക്കുക. ഒരു ഗുളിക കണ്ട് കഴിച്ചപ്പോഴേ ഡോക്ടർ ആളും എടുക്കണം കേട്ടോ, ആ രോഗമാണ് മാറ്റി തന്നു. എന്താ മാറ്റിയത്? വേദന അവിടെ ഉണ്ട്, വേദനയ്ക്ക് കാരണമായിട്ടുള്ള സംഗതിയും അവിടെ ഉണ്ട്. ആ സംഗതിയെ പിന്നെ ഓപ്പറേഷൻ ചെയ്ത് കളയുക, എന്തൊക്കെയാച്ചാൽ മാറ്റി വയ്ക്കേ, എന്തൊക്കെയാച്ചാവാം, പിന്നെ വേദന ഇല്ലാണ്ടാവും. അപ്പോൾ ഡോക്ടർ കേമനായി. ഒരു ഗുളിക തന്ന് മാറ്റി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ അനസ്തേഷ്യ കൊടുക്കണ പോലെയാണ്, വേദനിക്കില്ല. അപ്പോൾ ഭഗവാൻ സ്വേനധാംന ആണ് ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിൽ ഇരിക്കുന്നത്. എന്നിട്ട് ആ ഭഗവാൻ പറയാണ്, എന്നെ നിങ്ങൾ ഒഴിവാക്കണമെന്ന്, എന്നിലൂടെ നിങ്ങൾ എന്നിലേക്ക് എത്തൂ. അതാണ് വാണി ഗുണാനുകഥന. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ജന്മം അസ്യ ജന്മാദി അന്വയാത്, അതിൻ്റെ കാരണാദികൾ നമ്മൾ വാക്കിന് പറയാൻ പോവുകയാണ്, ഒരുപാട് വാക്ക് പറയാൻ പോവുക. ഇതൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവൂല. ഒന്ന് നമുക്ക് മനസ്സിലാവും, നമ്മളെല്ലാം അനുഭവിക്കുന്നുണ്ട്. ഈ അനുഭവിക്കുന്നതാണ് ഭഗവാൻ, അനുഭവിപ്പിക്കുന്നതല്ല. അനുഭവിപ്പിക്കുന്നത് വിരാട് രൂപത്തിലുള്ള ഈ അംശങ്ങളാണ്. അനുഭവിക്കുന്നത് ശരീരമാണ്. അനുഭവിച്ചു എന്ന് തോന്നിക്കുന്നത് മനസ്സാണ്. അതിൻ്റെ പരിണത ഫലത്തെ അനുഭവിക്കുന്നത്, അതിനെ കൊണ്ടുപോകുന്നത് ജീവനാണ്. അത് ഏറ്റെടുക്കുന്നത് ജീവനാണ്, അതും ബ്രഹ്മാംശ. ഭഗവാൻ പറയണത് ഈ തന്മാത്രകൾ ഞാനാണ്, എന്നെ നിങ്ങൾ ഉപേക്ഷിക്കൂ. എന്തിന് എന്നുള്ളതിനാണ് പ്രാധാന്യം. എന്തിൽ നിന്ന്? പ്രപഞ്ചത്തിൽ നിന്ന്. അപ്പോൾ ആസക്തിയോട് കൂടിയിട്ട് ഇതിനെ സ്വീകരിക്കണ്ട. നമുക്ക് നെഗറ്റിവിറ്റിയാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ അതിനെ ഉപേക്ഷിക്കണം. വൈരാഗ്യം. നമുക്ക് നമ്മുടെ ജീവന് പോസിറ്റിവിറ്റിയാണ് തരുന്നതെങ്കിൽ അതിനെ എടുക്കണം. കാരണം അത് ഞാനാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ഭഗവതോന്മുഖമാക്കി തീർക്കൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അനവധി കഥകളിൽ ഇത് പറയുന്നുണ്ട്. പക്ഷേ ശ്ലോകത്തിൽ നമുക്ക് ഏറ്റവും ഉറപ്പിച്ചാണ് പറയാവുന്നത് ഈ വാണിഗുണ കഥനെയാണ്. അംബരീഷൻ്റെ കഥയിൽ പറയുന്നുണ്ട്, സുധാമാവിൻ്റെ കഥയിൽ പറയുന്നുണ്ട്, ഒക്കെ തുടക്കത്തിൽ അതാ പറയണം. അതിനെ വ്യാഖ്യാനിക്കാറില്ല, കാരണം അതാണ് പറഞ്ഞു പോയില്ലേ. അതല്ല, അതിൻ്റെ അപ്പുറത്ത് പറയാനുണ്ടാവണ്ട. അപ്പോൾ ജന്മാദി അസ്യ, ഈ ഇതിൻ്റെ മുഴുവൻ ജന്മാദികൾ അന്വയാതെ എവിടേക്കാണ് അന്വയിക്കുന്നത്? അന്വയം വ്യതിരേകവും ഇതിൻ്റെ വ്യത്യാസവും സാദൃശ്യവും ഒക്കെ മനസ്സിലാക്കുന്നതും പദങ്ങളുടെ ലക്ഷ്യമൊക്കെ എത്തിക്കുന്നത് എവിടേക്കാണ്? യാതൊന്നിൽ നിന്നാണോ ഇത് ഉണ്ടാകുന്നത് അത് യതഃ ഭവതി, അതിൻ്റെ അർത്ഥങ്ങളിൽ. ഏതിൻ്റെ അർത്ഥങ്ങളിൽ? പഞ്ചഭൂതങ്ങളുടെ അർത്ഥങ്ങളിൽ. അഭിജ്ഞഃ, നമ്മളെ അനുഭവിപ്പിക്കുക എന്നത് ഭഗവാൻ ചെയ്യുന്നു ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിലൂടെ, ഇന്ദ്രിയങ്ങളിലൂടെ ഇത് അറിയുന്നത്. അപ്പോൾ ഇത് അനുഭവിക്കുമ്പോൾ ഈ വിരാട്ടിൽ നിന്ന് സ്വയം പ്രകാശിത രൂപത്തിലായിട്ടുള്ള വിശ്വനിൽ നിന്ന് സ്വരാട്ടായിട്ടത് അനുഭവിപ്പിക്കുമ്പോൾ നമ്മൾ പണ്ഡിതന്മാരായിട്ടുള്ള ബ്രഹ്മാവ് പോലും അതിനെ ഭ്രമിക്കുന്നു, എന്താണെന്ന് അറിയണില്ല, മോഹിച്ചു പോകുന്നു. ഇത് ഭഗവാൻ തന്നെ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചതാണ്, ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. എന്നിട്ടും അത് തിരിച്ചു വരുമ്പോൾ ബ്രഹ്മാവ് പോലും മോഹിക്കണു, ഋഷികൾ മോഹിക്കണു. ഇവിടെ വേറൊന്ന് പറയുന്നുണ്ട്, ശ്രീശുഖ ബ്രഹ്മർഷി മോഹിക്കണില്ല എന്ന് പറയുന്നുണ്ട്. കാരണം എല്ലാവർക്കും അത് കിട്ടില്ല, സനകാദികൾ കൂടി അത് പറഞ്ഞിട്ടില്ല. പക്ഷേ ശ്രീശുഖ ബ്രഹ്മർഷി അത് സംശയമില്ല, അദ്ദേഹത്തിന് ഇതൊന്നും ബാധിക്കില്ല. അപ്പം അങ്ങനത്തെ ഒരാളുണ്ട്. കൃഷ്ണൻ പറയുന്നുണ്ട്, എന്ത്, എന്നെ ഇതൊന്നും ബാധിക്കില്ല. ഋഷഭദേവൻ പറയുന്നുണ്ട്, എന്നെ ഇതൊന്നും ബാധിക്കില്ല. കപില മഹർഷി പറയുന്നത്, അച്ഛാ ഇതൊന്നും അങ്ങേ ബാധിക്കരുത് എന്നാ. അപ്പോൾ ഭഗവാന്റെ സകല സ്വരൂപ അവതാരങ്ങളിൽ കൃഷ്ണൻ ഒഴിച്ച്, കൃഷ്ണൻ, ഋഷഭൻ, മറ്റേ ജ്ഞാനകലയായിട്ടുള്ള കപിലൻ തുടങ്ങിയ കുറച്ച് ആളുകൾക്ക് മാത്രം ഇതിനെ ബാധിക്കുന്നില്ല എന്ന് പറയാം. അത്രയേ ഉള്ളൂ. ബ്രഹ്മാവിനെ പോലും മോഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പണ്ഡിതന്മാർ, ഋഷികൾ, മഹാമുനികൾ ഇങ്ങനെ
ഈ തേജോ വാരി മൃദാൻ കൊണ്ട്, തേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി, വാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം, മൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ്. തേജസ്, അഗ്നി, വാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം, മൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ്. മണ്ണും വെള്ളവും അഗ്നിയും കൂടിയിട്ട് ഉണ്ടാക്കിയത്. വായുവും അതിൽ ചേർത്തു, പ്രാണനെ ചേർത്തു. തേജസ് പ്രാണൻ ചലിപ്പിക്കാനുള്ള ശക്തി വേണ്ടേ, ശേഷി വേണ്ടേ, അത് കൊടുത്തു. ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് ഉണ്ടെച്ചാൽ അതൊക്കെ ആകാശമായിട്ടും സങ്കല്പിച്ചു. നമുക്കിതൊന്നും കാണാൻ പറ്റില്ല. ആകാശത്തിലെ ശബ്ദം നമുക്ക് കേൾക്കാനും പറ്റും. ഇത് സംയോജിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വിനിമയം, അത് പ്രവർത്തിക്കുന്നത്, ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഗുണവിശേഷങ്ങളുണ്ട്. അതിൽ ഭഗവാൻ എന്ത് ചെയ്തു? നാനാത്വത്തെ ചേർത്തു. അതാണ് ത്രിസർഗ. ത്രിസർഗം സത്വരജസ്തമോ ഗുണങ്ങളെ ചേർത്ത് നാനാത്വത്തെ ചേർത്തത്. അപ്പോൾ ഈ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളും സത്വരജസ്തമോ ഗുണങ്ങളും വിട്ടുകഴിഞ്ഞാൽ നമ്മൾ മുക്തരായി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. ഇതാണ് നമ്മളെ മോഹിപ്പിക്കുന്നത്, ബ്രഹ്മാവിനെ പോലും മോഹിപ്പിച്ചത്. അപ്പോൾ ഈ നാനാത്വത്തിൽ ഇത് ഇങ്ങനെ ചേർക്കപ്പെട്ടത് അമൃഷ ആണ്. മൃഷ അല്ല. മൃഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥ്യയാണ്. മിഥ്യയല്ല, അത് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നു. കാരണം ഭഗവാന്റെ സാന്നിധ്യം പ്രബലമാണ്. ഇതാണ് ഭഗവാൻ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അത് ഭഗവാനാണെന്ന് അംഗീകരിക്കാനും നമുക്ക് പ്രയാസം. നമുക്ക് കണ്ണുകൊണ്ട് കാണുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ ശ്രീകൃഷ്ണൻ ബിംബം ആയിട്ട് നിൽക്കുമ്പോൾ അത് ആ അർത്ഥത്തിൽ നമ്മൾ എടുക്കുന്നു ഗുരുവായൂരപ്പനാണ് എന്ന്. ആ ഗുരുവായൂരപ്പനെ കാണുമ്പോൾ കണ്ണടച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ കാണുന്നതിനേക്കാൾ കൂടുതൽ ഗുരുവായൂരപ്പൻ്റേതായിട്ടുള്ള ചെയ്തികളെ മുഴുവൻ നമ്മൾ കാണുന്നു, കഴിവുകളെ മുഴുവൻ കാണുന്നു, അനുഗ്രഹമായിട്ട് നാം സ്വീകരിക്കേണ്ടതിനെ കാണുന്നു, പലതും കാണുന്നു. അപ്പോഴോ അമൃഷ ആണ്. ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് വിശപ്പ് മാറുക, സ്വസ്ഥത കിട്ടുക ശരീരത്തിന്. അതാണ് ഭഗവാൻ. ഈ ശരീരത്തിന് സ്വസ്ഥത കിട്ടുന്നതാണ് ഭഗവാൻ. നമ്മൾ സാധാരണ എന്താ പറയാറ്? സ്വസ്ഥത കിട്ടുന്ന സമയം 24 മണിക്കൂറിൽ ഏകദേശം ഒരു 20 മണിക്കൂർ നമ്മൾ സ്വസ്ഥരാണ്. ഒരു 4 മണിക്കൂർ പല തരത്തിൽപ്പെട്ടതായിട്ടുള്ള വേവലാതികൾ നമുക്കുണ്ടാവും. അതിനെ നമ്മൾ സ്ട്രെസ് ചെയ്യും. എന്നിട്ട് എനിക്കൊരു സ്വസ്ഥതയില്ല, സുഖമില്ല എന്ന് പറയുകയും ചെയ്യും. ശരിയല്ലേ? കിടപ്പ് രോഗികൾക്ക് പോലും ഭഗവാൻ പറയുന്നത് ഞാൻ 24 മണിക്കൂറും അയാളെ വേദനിപ്പിക്കാറില്ല എന്നാണ്. ചിലപ്പോൾ കുറങ്ങണൊക്കെ കാണാണ്ട് കുഴപ്പമുണ്ടാവില്ലായിരിക്കും വിചാരിക്കുക. നമ്മളും പറയാറുണ്ട്. അല്ല, നമ്മൾ അനുഭവസ്ഥരാണല്ലോ, അച്ഛൻ്റെ ആയാലും അമ്മയുടെ ആയാലും. അപ്പോൾ വല്ലാത്തൊരു ഭാവമാണ് ഭഗവാന്റെ. ആ ഭഗവാനെ നമ്മളെങ്ങനെ അറിയുക, നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുക? ഞെരുക്കാണ്. അമൃഷ. ഇത് എന്താണ്? മിഥ്യയല്ല, ഇത് തോന്നിക്കുകയാണ്, സത്യമാണ് എന്ന് തോന്നിക്കുകയാണ്. നിരസ്തകുഹകം മായയെ അതിക്രമിച്ചും ഇതുണ്ട് എന്ന് തോന്നുകയാണ്. മായ നമുക്കറിയാം, എന്നിട്ടും ഇതുണ്ട് എന്ന് തോന്നുക. അപ്പോൾ എങ്ങനെ ആയാലാണോ നമ്മൾ അതിനെ വേണ്ട നിഷേധിക്കുക തുടങ്ങിയത് ചെയ്യുന്നത്, കൂടുതൽ കൂടുതൽ നിഷേധത്തിനെ നിഷേധിക്കുക, നിഷേധിച്ചതിനെ നിഷേധിക്കുക. ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കുണ്ട്, അനുഭവിക്കാൻ. നമ്മൾ മൂക്കാ പൊത്തിയാൽ കഴിഞ്ഞില്ലേ? ഇല്ല പറഞ്ഞൊരു കാര്യം ഉണ്ടേ, അതിൻ്റെ വിഷമം അപ്പം കിട്ടി. വായുവിൻ്റെ ഈ പ്രാണോർജം തരുന്നതായിട്ടുള്ള ഭാവം, ആ പ്രാണനെ ഇപ്പം ഇല്ല എന്ന് നമ്മൾ നിഷേധിച്ചു എന്ന് കൂട്ടുക. എന്നാൽ ശരി, നമുക്ക് മൂക്ക് പിടിക്കാം. മൂക്ക് പിടിച്ചാൽ അപ്പം പറയും ഭഗവാൻ ഞാൻ ഇവിടെ ഉണ്ടെന്ന്. ഞാൻ എന്താ നിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ പുറത്താണ് നിൽക്കണത്, നിനക്ക് വേണച്ചാൽ നീ വലിച്ചോ, മൂക്ക് വിട്ടോ. അമൃഷ അതാണ്. പിന്നെയോ സദാ, എപ്പോഴും. എന്നിട്ടോ സത്യം എന്ന് തോന്നിക്കുന്നു, ദേഹബോധം ഉള്ളത് കൊണ്ടാണ്. ഇനിയോ ഇത് പരം ആണ്. അപ്പം നമുക്ക് ജ്ഞാനമുണ്ട്. ഇത് ദേഹബോധം ഉണ്ടെങ്കിലേ ഇതുള്ളൂ. അപ്പം ദേഹബോധം ഇല്ലാത്ത ഒരവസ്ഥയിലാണെങ്കിലോ പരം എന്നുള്ള നിലയ്ക്കാണ്. അപ്പം നമുക്ക്
പരമമായിട്ടുള്ള അതാ ഈശ്വരനാട്ടോ. നമ്മളവിടേക്ക് എത്തിയിട്ടില്ല, നമ്മളിതാ ഇപ്പം എത്തില്ല. അപ്പം നമ്മൾ അർദ്ധസത്യത്തിലായി, പകുതി സത്യത്തിലായി. ഇങ്ങനെ ധീമഹി, ഇങ്ങനെ അറിഞ്ഞോളൂ ബുദ്ധിമാന്മാരെ, ഇങ്ങനെ നിങ്ങൾ അറിഞ്ഞോളൂ. ഇതിനെ ഇങ്ങനെ ധ്യാനം ചെയ്യുമെന്ന് വെച്ചാൽ എന്താ? അറിയാണ്. നമ്മൾ ധ്യാനം ചെയ്യുക വെച്ചാൽ എന്താ ധ്യാനം ചെയ്യുക? സങ്കല്പം കൊണ്ടല്ലേ. അത് ഇതാണ്, അത് ഇതാണ്, അത് ഇതാണ്, അത് ഇത് മാത്രമാണ്, അത് ഇത് മാത്രമാണ്, അത് ഇത്രയേ ഉള്ളൂ, അത് ഇത്രയേ ഉള്ളൂ, അത് ഇത് തന്നെയാണ്, ഇത് തന്നെയാണ്. അനുഭവിച്ചു. ധ്യാനം അതാണ്, അറിയുകയാണ്. അപ്പോൾ നമ്മളതിനെ ബുദ്ധിമാന്മാരായിട്ട് ഇതിനെ അറിയണം. ജന്മാത് യസ്യ അല്ലെങ്കിൽ ജന്മാതി അസ്യ, രണ്ടായാലും പറയാം. ജന്മാത് യസ്യ ജന്മാതി അസ്യ. ആരിൽ നിന്നാണോ ഇതുണ്ടായത്, ഇത് എവിടെ നിന്നാണോ ഉണ്ടായത് അല്ലേ? ജന്മാത് യസ്യ. ഇനി ജന്മാതി അസ്യ, ഈ പ്രപഞ്ചത്തിൻ്റെ ജന്മം ഉണ്ടായത്. ജന്മം തൊട്ടുള്ളത് ജന്മാത് യസ്യ. ജന്മം തൊട്ടുള്ളത് ജന്മാത് യസ്യ. ഏതിൻ്റെയാണോ ജന്മം ഉണ്ടായത് അത്. ഏതിൻ്റെ ജന്മം ഉണ്ടായത്? ഈ പ്രപഞ്ചത്തിൻ്റെ ജന്മം ഉണ്ടായത്. ഏതിൽ നിന്നാണോ ഈ ബ്രഹ്മാണ്ടം ഉണ്ടായത് അത്. അതാണ് ജന്മാതി യസ്യ ജന്മാതി അസ്യ. ജന്മാദ്യസ്യ യതോന്വയാത് ഇതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മ ഹൃദയ ആദികവയെ മുഹ്യന്തി യത് സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷ ധാംന സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമുക്ക് ഒന്നാമത്തെ ശ്ലോകം ഇങ്ങനെ സമർപ്പിച്ചു. രണ്ടാമത്തെ ശ്ലോകം നാളെ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സംശയങ്ങൾ നേരിട്ട് ചോദിക്കുക. 7558012135 എൻ്റെ ഫോൺ നമ്പർ. ഇത് ഒന്നാമത്തെ ഭാഗം. ആമുഖം നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു. അതിന് 1 നമ്പർ ഇട്ടുണ്ട്. അപ്പോൾ ഇത് 2 എന്ന് കാണാം. ശ്രീഹരി ഗുരുവായൂരപ്പ നാരായണ.